ഇന്നത്തെ തെരച്ചിൽ രാവിലെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ 2 JCB വെച്ചിട്ട് ഈ ഇപ്പോൾ കാണുന്ന ആ ഏരിയകളില്ലേ അവിടുത്തെ മണ്ണുകൾ മാത്രമായിരുന്നു. സസ്പെക്ട് ചെയ്ത ഏരിയയിലേക്ക് അവർ തൊടാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ റെഡ് ഹിറ്റാച്ചി വന്നില്ല, അവിടെ 3 കുറച്ച് കോലുകൾ കുത്തിയിട്ടതുണ്ടോ, കമ്പുകൾ. ആ ഏരിയ ആണ് സസ്പെക്ട് ചെയ്യുന്ന ഏരിയ. ആ കണ്ടോ, വെള്ള സ്റ്റിക്കുകൾ കുത്തിവെച്ചിട്ടുണ്ടോ, അവന്റെ ആ ഒരു ഏരിയ ആണ് സസ്പെക്ട് ചെയ്യുന്ന ഏരിയ. അപ്പോൾ എന്താ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അവിടേക്ക് ഒരു JCB വെച്ച് മണ്ണെടുക്കാനോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞത് കളക്ടറോ അധികാരികളോ ഇവിടെ എത്തിയിട്ടില്ല. അവർ വന്നിട്ട് അവർ അപ്രൂവ് കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് അവിടെ മണ്ണെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇവിടെ ലേറ്റ് ആവുന്ന കണ്ടപ്പോൾ കേരളത്തിലെ നിന്നുള്ള MVD ഉദ്യോഗസ്ഥർ കളക്ടറെ വിളിക്കുകയും കളക്ടറെ ഫോൺ കൊടുത്തിട്ട് അവർക്ക് വെർബലി അപ്രൂവ് കൊടുക്കുന്നതിന് ഭാഗമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ വർക്ക് നടക്കിയത്. അധികാരികൾ ആരും ഇപ്പം സ്ഥലം MLA മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വേറെ കളക്ടറോ SPയോ ഇതിന് ലീഡ് ചെയ്ത മറ്റു ആൾക്കാർ ആരും ഇവിടെ തന്നെ എത്തിയിട്ടില്ല. തുടങ്ങാൻ വൈകി എന്നാണെങ്കിലും തീർച്ചയായിട്ടും തുടങ്ങാൻ വൈകി. ഞങ്ങളിവിടെ വന്ന് ഒരു അരമണിക്കൂർ ആയപ്പോൾ ശേഷമാണ് ഈ മണ്ണെടുപ്പ് തുടങ്ങിയത്. കാരണം അതുവരെ അപ്പോഴാണ് നമ്മൾ കളക്ടറെ വിളിക്കുകയും ഈ കാര്യങ്ങളൊക്കെ അവർ ഫോണിൽ കൂടെ വെർബലി അപ്രൂവ് കൊടുക്കുകയും എല്ലാം ഉണ്ടായത്. നമ്മളിങ്ങനെ നിരന്തരം കേരളം സമ്മർദ്ദം ചെലുത്തുന്നു, അപ്പോഴും ഒരു ഏകോപനമില്ലായ്മയുടെ ഒരു പ്രശ്നമൊക്കെ. അട്ടർ ഫെയിലിയറാണ് ഏകോപനം. ഇന്നലെ വൈകിട്ട് MLA വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ഏകോപനം ഉണ്ടായത്. ഇവിടുത്തെ പോലീസുകാർ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അട്ടർ ഫെയിലിയർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കാർ തലത്തിൽ തന്നെ ഇടപെടൽ നടത്തുമ്പോഴും ഇവരിങ്ങനെ ഒരു മന്ദഗതിയിലേക്ക് ഒട്ടും താല്പര്യമില്ലാതെ? മനസ്സിലായല്ലോ, SPയോ പോലീസ് സംഘടന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ കണ്ടോ? അധികാരികൾ ആരില്ല. അപ്പൊ എന്താ മനസ്സിലാക്കുക? നമ്മൾ ഇതുവരെ സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മാക്സിമം, കുടുംബത്തിന്റെയും ഞങ്ങളുടെയൊക്കെ മാക്സിമം ലെവലായിട്ടുണ്ട്. ഇനി പറ്റില്ല. സൈന്യത്തിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സൈന്യം ഇതുവരെ എത്തിയിട്ടില്ല. നോക്കാം എപ്പോഴും എത്തുമെന്ന് അറിയില്ല. ഇതുവരെ എത്തിയിട്ടില്ല. 9:30-10 മണിയാകുമ്പോൾ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല.